മദ്യനയത്തിൽ ബാർ ഉടമകളുമായി ചർച്ച നടന്നിട്ടില്ല എന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തു. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നും പ്രവർത്തന സമയം കൂട്ടണമെന്നും ബാർ ഉടമകൾ ആവശ്യപ്പെട്ടു. ബാർ ഉടമകളുമായി ചർച്ച നടന്നില്ല എന്ന മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മദ്യനയം തിരുത്തുന്നതിന് മുന്നോടിയായി ബാർ ഉടമകളുമായി സൂം മീറ്റിംഗ് ഉൾപ്പെടെ 3 യോഗങ്ങൾ ചേർന്നു. എക്സൈസ് വകുപ്പിന്റെ നയത്തിൽ എങ്ങനെയാണ് ടൂറിസം വകുപ്പിന് മാറ്റം വരുത്താനാവുകയെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? ടൂറിസം വകുപ്പിന് ഒരു അൺനെസസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു? 2 മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ 2 മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. ബാർകോഴ ആരോപണം ബാർ ഉടമകളുടെ തലയിൽ വെച്ച് തടിയൂരാനുള്ള ശ്രമമാണ് സർക്കാരിന്റേത് എന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വസ്തുതകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി. രാജീവ് പറഞ്ഞു. പുതിയ നയം സംബന്ധിച്ച ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. IT പാർക്കുകളിൽ അത് കഴിഞ്ഞ മുമ്പത്തേൽ പ്രഖ്യാപിച്ച കാര്യമല്ലേ, പുതിയ കാര്യം വല്ലതാണോ? ബജറ്റ് പ്രഖ്യാപിച്ച് ബജറ്റ് അംഗീകരിച്ചതല്ലേ, അതിന്റെ തുടർച്ചയിൽ ചട്ടങ്ങൾ നിയമസഭാ സമിതി അംഗീകരിച്ചതല്ലേ. അപ്പൊ അതെല്ലാം നിയമവും വന്ന് പ്രഖ്യാപനവും വന്ന് ചട്ടവും വന്ന് കഴിഞ്ഞ കാര്യങ്ങളല്ലേ. പ്രതിപക്ഷം ഇപ്പോൾ അത് ആവശ്യപ്പെടുന്നതല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയത്തിൽ ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, സർക്കാരിന്റെ മന്ത്രിമാരുടെയും വാദം പൊളിയുകയാണ്. ഈ യോഗം നടന്നത് എങ്ങനെയാണ്? ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? പ്രവിധ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദ സന്ദേശമായിരുന്നു ബാർക്കോഴ വിവാദം, അതായത് പുതിയ ബാർക്കോഴ വിവാദം ഉയർത്തിയത്. ഈ ശബ്ദ സന്ദേശത്തിന് ശേഷം പിന്നാലെ നമ്മൾ മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയും ആ വാദം പൊളിക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിൽ പറയുന്നത് മെയ് 21-ാം തീയതി ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയം മാറ്റം മാത്രമായിരുന്നു. യോഗവിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഈ മദ്യനയ മാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈ ഡേ ഒഴിവാക്കൽ, ബാറുകളുടെ സമയക്രമത്തിലെ മാറ്റം അടക്കമുള്ള വിഷയങ്ങൾ ബാർ ഉടമകൾ ആ യോഗത്തിൽ ഉന്നയിച്ചു. അതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് യോഗത്തിൽ മറുപടിയും ഉദ്യോഗസ്ഥർ നൽകിയെന്ന് ബാർ ഉടമകൾ തന്നെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ പ്രതിരോധം അത് പൊളിയുകയാണ്. മാത്രവുമല്ല, മന്ത്രി എം പി രാജേഷ് അടക്കം പറഞ്ഞ, അതായത് മദ്യനയത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല, അടുത്ത മാസം ചർച്ച ചെയ്യാനിരിക്കുകയാണ് എന്നുള്ള ആ വാദം പൊളിയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട എക്സൈസിന്റെ ഇന്റലിജൻസ്, അനിമോന്റെ ശബ്ദരേഖയിൽ എക്സൈസിന്റെ ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് ഇന്റലിജൻസും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത്. അതേസമയം മന്ത്രി എം പി രാജേഷിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നാളെ മുതൽ ഔദ്യോഗികമായി തുടങ്ങും. പ്രാഥമിക വിവരശേഖരണമായിരിക്കും ക്രൈംബ്രാഞ്ച് നടത്തുക. പ്രത്യേകിച്ച് രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം സർക്കാരും CPM-ഉം LDF-ഉം ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അനിമോന്റെ ശബ്ദരേഖ ഏത് സാഹചര്യത്തിലാണെന്ന് പരിശോധിക്കുകയാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം. പ്രവിധ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.